നമസ്കാരം. MLA സ്ഥാനം കൂടി പിണറായി രാജിവെക്കും. വനവാസത്തിനൊരുങ്ങി പിണറായി. കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പിണറായി വിജയൻ സജീവ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇനി അടുത്തത് ചിലപ്പോൾ MLA സ്ഥാനം കൂടി പിണറായി രാജിവെച്ചേക്കും. വനവാസത്തിനൊരുങ്ങുകയാണോ പിണറായി? എതിരാളികളില്ലാതെ അജയ്യരായി മുന്നോട്ട് പോവുകയാണ് എന്ന പ്രതീതി ജനിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ച ഒരു മട്ടായിരുന്നു. തിരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ പിണറായി 3.0 ലോഡിംഗ് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ CPM സൈബർ അണികളെ പ്രേരിപ്പിച്ചതും അതുതന്നെയായിരുന്നു. തുടരും എന്നുറപ്പിച്ചാണ് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യത്തോടെ തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത് പോലും. എന്നാൽ സ്വന്തം പാളയത്തുള്ളിൽ തന്നെ പട കനത്തതും തെറ്റായ സമയത്തെ തെറ്റായ തീരുമാനങ്ങളും കോട്ടകളിൽ പോലും കാലിടറുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ്. കണ്ണൂരിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ, കാസർഗോഡിലെ തൃക്കരിപ്പൂർ, കോഴിക്കോട്ടെ ഏലത്തൂർ, പേരാമ്പ്ര, ബാലുശ്ശേരി, കൊല്ലത്തെ ചടയമംഗലം, തിരുവനന്തപുരത്തെ വാമനപുരം തുടങ്ങി പതിറ്റാണ്ടുകളായി ഇടത് MLA മാരുടെ പേരിനൊപ്പം മാത്രം ചേർത്തുവെച്ച മണ്ഡലങ്ങൾ ഇക്കുറി കൈവിട്ടുപോയി. അതിന് പിന്നിലെ ചില കാരണങ്ങൾ എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നതിനെ കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടതാണ്. മുസ്ലിം ജനവിഭാഗത്തെയും മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും കുറിച്ച് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തിയത് അതുവഴി 1/4 നൂറ്റാണ്ട് മുതൽ ഇടതുപക്ഷത്തേക്ക് വന്ന് 2021 ശക്തമായി തുടങ്ങിയ മുസ്ലിം വോട്ടുകളിൽ തന്നെ വലിയ ഇടിവ് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആരാണ് കുറ്റവാളി, ആരാണ് ഉത്തരവാദി? വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ സാധ്യതകളും ആവശ്യവും എന്തായിരുന്നു? ഇടതുപക്ഷത്തിന്റെ മുഖമുദ്രയായി വിലയിരുത്തപ്പെട്ടു പോന്നിരുന്ന സമരങ്ങളോട് സർക്കാർ സ്വീകരിച്ച നയം ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടർമാരെയും അനുഭാവികളെയും സത്യത്തിൽ നിരാശപ്പെടുത്തി. ആശാസമരം, നഴ്സുമാരുടെ സമരം തുടങ്ങിയ ആ വിഭാഗവുമായി അടുത്തിടപഴകുന്ന സ്ത്രീകളിലൊക്കെ അനുഭാവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമം തുറന്നുവിട്ട ശബരിമല സ്വർണ്ണക്കൊള്ള, ആ ഭൂതത്തെ ഒരു തരത്തിലും തടയുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. BJP ഇതിനെ ഫലപ്രദമായി ഉയർത്താഞ്ഞത് ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി ഏകീകരിച്ചു എന്നുള്ളതാണ്. BJPയിലേക്ക് അടുപ്പം കാണിച്ച ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ 2025 ജൂലൈ മുതൽ കോൺഗ്രസ് നടത്തിയ കഠിന പ്രയത്നത്തിന്റെ വിജയമായിരുന്നു എന്നുള്ളതാണ്. പയ്യന്നൂർ പോലെ ഇടതുകോട്ടയിൽ ഉയർന്ന വിള്ളൽ അതടയ്ക്കാൻ ഒന്നും ചെയ്യാതെ ആരോപണമുയർത്തിയ ആളുകൾക്കാണ് കുഴപ്പമെന്ന എതിർ പ്രചാരണം വൈരാഗ്യം കൂട്ടി എന്നുള്ളതാണ്. 2021 മുഹമ്മദ് റിയാസ് മന്ത്രിയായപ്പോൾ മുതൽ ആരംഭിച്ച സ്വജനപക്ഷപാത ആരോപണം 2026 തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നിഷേധിക്കാനാവാത്ത തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. BJPയുമായി ഡീൽ ഉണ്ട് എന്ന ആരോപണം വേണ്ടത്ര രീതിയിൽ നേരിടാൻ CPMന് കഴിഞ്ഞതുമില്ല. ജമാഅത്തെ ഇസ്ലാമിയിലൂടെ തുടങ്ങിയ ആരോപണം തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ കോൺഗ്രസ് ശക്തമായി ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയെ കടുത്ത ഭാഷയിൽ എതിർക്കുമ്പോഴും SDPI പിന്തുണ എന്ന ആരോപണത്തെ CPMന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സുധാകരനെ പോലെ പൊതുസമൂഹത്തിൽ മതിപ്പുള്ള മുതിർന്ന നേതാക്കൾ അകലാൻ തുടങ്ങിയപ്പോൾ നേതൃത്വം പരിഹാസത്തോടെ പ്രതികരിച്ചത് പാർട്ടിയെ സ്നേഹിച്ചിരുന്നവരിൽ അവമതിപ്പുണ്ടാക്കി. ഒരു കാലത്ത് CPMന്റെ മുഖമുദ്രയായി പറഞ്ഞിരുന്ന നേതാക്കളുടെ എന്തിനേയും എതിർക്കുവാനുള്ള ആർജവം അഹങ്കാരത്തിലേക്ക് വഴിമാറിയത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് സഹിക്കാനായില്ല. ഭരണത്തെ ഒരു ഏകാധിപത്യ സംവിധാനമാക്കി കപ്പലും കപ്പിത്താനുമാക്കി പുകഴ്ത്തുന്നവർക്ക് അതിവേഗം ഉയർന്നു പോകുവാൻ അവസരം കൊടുത്തത് അനേകരെ ഈ പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തി എന്നുള്ളതാണ്. യാഥാർത്ഥ്യബോധമില്ലാതെ പ്രതികരിക്കുകയും പൊതുവികാരം മനസ്സിലാക്കാതെ എടുത്ത തീരുമാനങ്ങൾ തിരിച്ചറിയുമ്പോൾ നേർവിപരീതമായി നടപടിയെടുക്കുകയും ചെയ്തത് ദീർഘവീക്ഷണമില്ലാത്തവരെന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്തു. പാർട്ടിയെ വിമർശിക്കുന്നവരെ നിലവാരമില്ലാത്ത ഭാഷയിലൂടെ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആക്രമിച്ചു വീഴ്ത്തുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടു. സമൂഹ മനസാക്ഷിയാകേണ്ട സാംസ്കാരിക പ്രവർത്തകർ പോലും കടന്നലുകളെ പോലെ പോരാളികളായി ഓവർടൈം ചെയ്തു. 2021 ദുരന്തങ്ങളെ വിജയകരമായി നേരിട്ട ജനനേതാവ് എന്ന മുഖ്യമന്ത്രിയുടെ ഗ്രാഫിൽ വലിയ ഇടിവ് സംഭവിച്ചു. കടക്ക് പുറത്തു മുതൽ വീട്ടിൽ പോയി ചോദിക്കുവരെയുള്ള പ്രതികരണങ്ങൾ സാധാരണക്കാരുള്ള വെല്ലുവിളിയായി തീർന്നു. നവകേരള സദസ് എന്ന ആഡംബര ബസ്സിലെ കേരളയാത്രയും അതിനെതിരായി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞതും കൊഞ്ഞനം കുത്തലായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആശയക്കുഴപ്പമുണ്ടായതും പ്രമുഖരുടെ ജീവിത പങ്കാളികൾക്കും അടുപ്പക്കാർക്കും ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ആരോഗ്യ മേഖലയിലെ വീഴ്ചകളോടുള്ള നിഷേധാത്മകമായിട്ടുള്ള പ്രതികരണം, ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ യുവ നേതാക്കൾക്ക് തന്നെ മന്ത്രി വീണ ജോർജ് നടത്തിയ പ്രതികരണം, ആശുപത്രിവാസം പൊതുപ്രവർത്തകർക്ക് ചേരുന്ന നിലയിലുള്ളതായിരുന്നില്ല എന്ന് പരക്കെ അഭിപ്രായം വരെ ഉണ്ടായി.
വളരെയധികം പദ്ധതികൾ സമയബന്ധിതമായി നിശ്ചയദാർഢ്യത്തോടെ പൂർത്തിയാക്കിയപ്പോഴും വിവിധ തലങ്ങളിലേക്കുള്ള ധാർഷ്ട്യം മുന്നിൽ നിന്നത് തിരിച്ചടിയായി മാറി. കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പിണറായി വിജയൻ സജീവ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ, 10 വർഷം നീണ്ട ഭരണാധിപത്യത്തിന് ശേഷം പടിയിറങ്ങുമ്പോൾ സഭയിലെ പ്രതിപക്ഷ നിരയെ നയിക്കാൻ പിണറായി ഉണ്ടാകില്ല എന്ന സൂചനകളാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. പരാജയത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന പാർട്ടിക്ക് പുതുജീവൻ നൽകാൻ ഒരു പുതിയ മുഖം വേണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകം. CPM-ലെ കർശനമായ വിരമിക്കൽ പ്രായപരിധി തന്നെയാണ് പിണറായി വിജയന്റെ മടക്കത്തിന് ആധാരമാകുന്നത്. 75 വയസ്സ് പിന്നിട്ടവർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന പാർട്ടി നയം പിണറായിയുടെ കാര്യത്തിൽ നടപ്പിലാക്കാനാണ് പോളിറ്റ് ബ്യൂറോ തീരുമാനം. ഇതോടെ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പിണറായിക്ക് പകരം മറ്റൊരു നേതാവെത്തും. മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പാർട്ടിയിലെ സീനിയോറിറ്റിയും ഭരണകാര്യങ്ങളിലുള്ള അറിവും ബാലഗോപാലിന് മുൻതൂക്കം നൽകുന്നു. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ മാത്രം പാർട്ടിയെയും ഭരണത്തെയും നയിക്കുന്നു എന്ന ആക്ഷേപം പരിഹരിക്കുവാൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ബാലഗോപാലിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് ഗുണകരമാകുമെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. കണ്ണൂർ ലോബിയുടെ ആധിപത്യം അവസാനിപ്പിച്ച് CPM-നെ കേരളത്തിലുടനീളം സജീവമാക്കാൻ ബാലഗോപാലിന്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. സൗമ്യമായ പെരുമാറ്റവും എന്നാൽ വിഷയങ്ങൾ കണിശമായ നിലപാടുമുള്ള ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ തിളങ്ങാൻ പ്രാപ്തനാണ് എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വാദിക്കുന്നു. VD സതീശനെ പോലെ പാർലമെന്ററി കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ ബാലഗോപാലിനെ പോലെയുള്ള ഒരു മികച്ച വാഗ്മി അനിവാര്യമാണ് എന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ CPM വലിയൊരു ആത്മപരിശോധനയിലാണ്. ബംഗാളിന്റെയും ത്രിപുരയുടെയും പാതയിലേക്ക് കേരളവും നീങ്ങുമോ എന്ന ഭയം അണികൾക്കിടയിലുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ അടിമുടി അഴിച്ചുപണിയുവാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടുകയാണ്. ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഭരണശൈലിയും അഹങ്കാരവുമാണ് പരാജയത്തിന് കാരണമെന്ന പ്രാഥമിക വിലയിരുത്തലാണ് കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ വിലയിരുത്തലോടുകൂടി പിണറായി വിജയന് പടിയിറങ്ങാം. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന വ്യക്തി ആ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പാർട്ടി സംവിധാനത്തിന് പ്രാധാന്യം നൽകുന്ന പഴയ രീതിയിലേക്ക് മടങ്ങാൻ CPM ശ്രമിക്കും. വിരമിക്കൽ പ്രായം കർശനമാക്കുന്നതിലൂടെ യുവാക്കൾക്കും രണ്ടാം നിര നേതാക്കൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകും. പിണറായി വിജയനെ ഇനി പാർട്ടിയുടെ ഉപദേശക സ്ഥാനത്ത് എവിടെയെങ്കിലും ഒതുക്കുവാൻ തന്നെയായിരിക്കും പാർട്ടിയുടെ തീരുമാനം. CPI ഉൾപ്പെടെയുള്ള മുന്നണി പങ്കാളികൾ കൂടി സ്വീകാര്യനായിട്ടുള്ള ഒരാളെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ KN ബാലഗോപാൽ ഒരു മികച്ച സമവായ സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വരുന്നു. കണ്ണൂരിന് പുറത്തുള്ള നേതൃത്വം എന്ന മാറ്റം അണികൾക്കിടയിൽ പുതിയൊരു ആവേശം ഉണ്ടാക്കുമെന്ന് CPM കരുതുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിൽ നിന്നൊരു മോചനം നേടാൻ ബാലഗോപാലിനെ പോലുള്ള പൊതുസമ്മതരായിട്ടുള്ള നേതാക്കൾ മുൻനിരയിലേക്ക് വരുന്നത് സഹായിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏറ്റ കനത്ത പരാജയം CPM-ന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ചയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അകൽച്ചയും ഒക്കെ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഈ പുതിയ നേതൃത്വത്തിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ ഇതൊക്കെ തന്നെയാണ്. പിണറായിയുടെ വിരമിക്കലിലൂടെ ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. MLA സ്ഥാനം കൂടി രാജിവെച്ച് പിണറായി രാഷ്ട്രീയ വനവാസത്തിന് ഒരുങ്ങുകയാണ്.